ഈ ജഡ്ജിയുടെ ഭർത്താവ് ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ്. 2019 അയാൾ ഒരു കസ്റ്റഡി മരണക്കേസിൽ അയാൾ പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊരു കേസുണ്ട്, ഇത് വെച്ച് നമുക്കൊരു ലിവറേജ് കിട്ടും, നമുക്ക് ഇതിലൊന്ന് ഇടപെട്ട് കളയാം എന്ന് അഭിഭാഷകൻ ദിലീപിനോട് പറയുന്നൊരു ശബ്ദരേഖയാണ് തെളിവായി ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും അതിജീവിത പറഞ്ഞ് ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറയുന്നു. ഈ ജഡ്ജിക്കെതിരെ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോൾ അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കാനിടയായ ഒരു കാരണം ദിലീപിൻ്റെ മൊബൈൽ SIT പിടിച്ചെടുത്ത് ഓർക്കുന്നുണ്ടോ? അതെ. ദിലീപിൻ്റെ മൊബൈൽ പരിശോധനയ്ക്ക് വേണം, അത് പരിശോധനയ്ക്കായി ഹാജരാക്കണമെന്ന് പോലീസ് കോടതിയെ അറിയിക്കുന്നു. ദിലീപ് അതിന് തയ്യാറാവുന്നില്ല. ഹൈക്കോടതി എന്താ പറഞ്ഞത്? ദയവ് ചെയ്ത് അതൊന്ന് കൈമാറണം. കേട്ടോ, ഇത് പോലീസിന് പിടിച്ചെടുക്കാവുന്ന, അയാൾ എഫ്ഐആർ പ്രകാരം 8-ാം പ്രതിയാണ്, കുറ്റപത്രത്തിൽ പ്രകാരം എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. അത് പിടിച്ചെടുക്കേണ്ടതിന് പകരം കോടതിയെ സമീപിക്കേണ്ടി വരുന്നു. ആർക്ക്? അന്വേഷണ സംഘത്തിന്. എൻ്റെ കോടതി എന്താ പറയുന്നത്? അന്വേഷണമായി ഒന്ന് സഹകരിക്കണം കേട്ടോ, അതൊന്ന് ഹാജരാക്കണമെന്നാണ് കോടതി പറയുന്നത്. ഇനി അപ്പോഴേക്കും എന്തായിരുന്നു സംഭവിച്ചതെന്ന് പിന്നീട് ഒരു സോഫ്റ്റ്വെയർ വിദഗ്ധൻ പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. കുറേ അധികം സാധനങ്ങൾ ആ ഫോണിൽ നിന്ന് എൻ്റെ അടുത്ത് ഡിലീറ്റ് ചെയ്യാൻ തന്നത്, ബോംബെയിലൂടെ കൊണ്ടുപോയിട്ടാണ് ഡിലീറ്റ് ചെയ്തത്, ഒരു സ്വകാര്യ ഫോറൻസിക് സ്ഥാപനത്തിൽ. അത് സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയാണെന്നാണ് കോടതിയിൽ ദിലീപിൻ്റെ അഭിഭാഷകം പറഞ്ഞത്. അതായത് പോലീസിനെ കൊണ്ട് ഞാൻ പരിശോധിപ്പിക്കില്ല, ഞാൻ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടായിരുന്ന മുഴുവൻ രേഖകളും ഡിലീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അവശേഷിച്ച ഒരു ഫയൽ പോലീസ് റിട്രൈവ് എടുത്തു ആ മൊബൈലിൽ നിന്ന്. അതിലുണ്ടായിരുന്ന സംഭാഷണം ഒരു അഭിഭാഷകനുമായി ദിലീപ് സംസാരിക്കുകയാണ്. എന്താണ്? ഈ ജഡ്ജിയുടെ ഭർത്താവ് ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറാണ്. 2019 അയാൾ ഒരു കസ്റ്റഡി മരണക്കേസിൽ അയാൾ പെട്ടിട്ടുണ്ട്. അയാൾ അതിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആണെന്നുള്ളതല്ല. ജിജോ ജോസ് മറ്റുമാണ് ജഡ്ജിയുടെ ഭർത്താവിൻ്റെ പേര്. ഇങ്ങനെയൊരു കേസുണ്ട്, ഇത് വെച്ച് നമുക്കൊരു ലിവറേജ് കിട്ടും, നമുക്ക് ഇതിലൊന്ന് ഇടപെട്ട് കളയാം എന്ന് അഭിഭാഷകൻ ദിലീപിനോട് പറയുന്നൊരു ശബ്ദരേഖയാണ് തെളിവായി ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും അതിജീവിത പറഞ്ഞ് ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറയുന്നു. കോടതി അതിൽ കണ്ട കാര്യം, ജഡ്ജിയുടെ ഭർത്താവിൻ്റെ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുന്നൊരു ശബ്ദരേഖ ജഡ്ജിയെ മാറ്റാനുള്ള കാരണമല്ല എന്നാണ് പറയുന്നത്. അതായത് കാരണം ജഡ്ജിയെക്കുറിച്ചോ വിധിയെക്കുറിച്ചോ വിചാരണയെക്കുറിച്ചോ ഒന്നും ആ ശബ്ദരേഖയിലില്ല, അങ്ങനെ ഒരു തെളിവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ജഡ്ജിയെ മാറ്റാതെ ആ ജഡ്ജിയുടെ കീഴിൽ തന്നെ എന്ത് ചെയ്യുന്നത്, വിചാരണ തുടരുകയും ഇപ്പോൾ ഈ വിധി ഇപ്പോഴും വന്നിട്ടില്ല, വിധി വരാൻ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്, ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. അതിൻ്റെ കാരണം ഏതൊക്കെ തലങ്ങളിലാണ് വിചാരണയെ, കേസന്വേഷണത്തെ ഈ 8-ാം പ്രതി സ്വാധീനിക്കാൻ ശ്രമിച്ചതും അട്ടിമറിക്കാൻ ശ്രമിച്ചതും എന്ന് ആളുകളുടെ മെമ്മറിയിൽ നിന്നേ മാഞ്ഞു പോയിരിക്കുകയാണ്.